Hello friends, welcome to my YouTube channel Math and Tech. Today we discuss about set theory, G main and advanced previous problems with detailed solution. Plus 1 mathematics first chapter, very simple chapter, set theory. Second chapter, relations and functions, again a simple chapter. Relation and functions more second year plus 2 mathematics പഠിക്കും. പ്ലസ് 2 കുട്ടികൾക്കും പ്ലസ് 1 കുട്ടികൾക്കും ഈ രണ്ട് ചാപ്റ്ററും ഫെമിലിയറാണ്. അപ്പോൾ പ്ലസ് 1 അഡ്മിഷൻ കഴിഞ്ഞവരും ഈ ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാപ്റ്റർ ഐഡിയ സിമ്പിളാണ്. നമ്മൾ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് സെറ്റ് തിയറി ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. പക്ഷേ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ചാപ്റ്ററിൽ കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ചാപ്റ്റർ സിമ്പിളാണ്, പക്ഷേ നമ്മൾ ജി അഡ്വാൻസ്ഡ് മെയിൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ഈ ജി മെയിന് ടെസ്റ്റുകളിൽ ഏറ്റവും വിഷമമുള്ള ഏറ്റവും ടഫ് ക്വസ്റ്റ്യനായിട്ട് വരുന്നത് സെറ്റാണ്. സെറ്റ് തിയറി ക്വസ്റ്റ്യനാണ് ആ ടഫ് എന്നുള്ള നമുക്ക് കാറ്റഗറിയിലേക്ക് വരുത്തുന്നത്. ഞാൻ സെറ്റ് തിയറി എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ കൺസെപ്റ്റ് മാത്രം പറഞ്ഞ് ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കൂടുതൽ ജി മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് ടഫ് ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് പോകാം. സിമ്പിൾ പ്രോബ്ലംസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചെയ്യാൻ കഴിയും. പക്ഷേ ആ സിമ്പിൾ പ്രോബ്ലം മാത്രം വർക്കൗട്ട് ചെയ്ത് നമുക്ക് ഒരിക്കലും ഒരു ജി മെയിൻ അഡ്വാൻസ്ഡ് ടെസ്റ്റിന് പോകാൻ കഴിയില്ല. പ്രീവിയസ് ഇയേഴ്സിലെ ജി മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടും. പക്ഷെ അത് എങ്ങനെ നമുക്ക് ആ ലിമിറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ വളരെ സിമ്പിളായിട്ട് പ്രോബ്ലംസ് ആൻസർ ചെയ്യാം. നമ്മൾ സാധാരണ സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് തിയറി ക്വസ്റ്റ്യൻ വളരെ ടഫായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ പ്ലസ് 1 പ്ലസ് 2 മാത്തമാറ്റിക്സിലെ എല്ലാ ചാപ്റ്ററും ജി അഡ്വാൻസ്ഡ് ആൻഡ് ജി മെയിൻ പ്രോബ്ലംസ് ലാസ്റ്റ് ഇയേഴ്സിലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റുകളും എല്ലാം എഴുതി അയയ്ക്കുക. ഏതാണോ നിങ്ങൾക്ക് വിഷമം ആ ചാപ്റ്റർ പറയുകയാണെങ്കിൽ നമുക്കതിലേക്ക് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കാൽക്കുലസിലേക്ക് കൂടുതൽ വരാൻ കഴിയുന്നത്. പ്ലസ് 2 ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, അതുപോലെ മാട്രിക്സ് തിയറി, ഡിറ്റർമിനൻസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ ഭാഗങ്ങളെല്ലാം കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററുകളാണ്. അപ്പോൾ നമുക്കതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് സെറ്റ് തിയറിയുടെ ഒരു റിവ്യൂയിലേക്ക് പോകാം. ഫസ്റ്റ് ക്ലാസ്, ഇതിൻ്റെ സെക്കൻഡ് എപ്പിസോഡായിട്ട് നമുക്ക് ജി മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് സെറ്റ് തിയറി പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ് us start with a brief review of set theory. You know the basic set operations: union, intersection, complement, difference of two sets, a difference B, and the well-known De Morgan's laws, and the idea power set, subset, superset and proper subset, not the idea proper subset. So we discuss about the operations. Suppose A and B are two sets. A union B is the set of all elements in A and in B. Write all the elements in A and in B. That is
Set of all x such that x element A or x element B. This or means mathematical or none. All x in A, all x in B and all x in both. രണ്ടിലും വരുന്ന എലമെൻ്റ് ഇവിടെ വരുന്നുണ്ട്. Now A intersection B, second operation, that is the common elements. Those x belongs to both A and B. That is x element A and x element B. That x contained in both A and B. That is intersection. Now A difference B or complement notation. A difference B ആണ്. That is all x in A but not in B. Set of all x such that x element of A or x belongs to A but x not belongs to B. ബിയിലുള്ള ഒരു എലമെൻ്റ് ഇവിടെ വരില്ല, പക്ഷേ എയിലുള്ള എലമെൻ്റ് ബിലോങ്സ് ടു ആണ്. So simple set operations. And the De Morgan's laws. A union B complement. This dash or C means complement. Equal to A complement intersection B complement. So union becomes intersection. Second, A intersection B whole complement equal to A complement union B complement. They are called De Morgan's laws. And for any set A, P of A means set of all subsets. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, സബ്സെറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. If x element A is a subset of B means x element A implies x element B. That is subset. What about a proper subset? A is a proper subset of B means B contains one more element more than A. So A equal to set 1, 2, 3, B equal to set 1, 2, 3, 4. So that 4 element 4 more on. And A is a proper subset of B. So P of A denote set of all subsets. So set of all subsets എടുക്കുമ്പോൾ നമുക്കൊരു ഐഡിയ വേണം. Null set is a subset of every set and given set is a subset of every set. And a general result, a set has n elements or m elements. N of A means the number of elements in A. A has m elements, number of elements in the power set A. Power set means set of all subsets. എത്ര സബ്സെറ്റ് ഉണ്ടാവും? 2 raised to m സബ്സെറ്റ് ഉണ്ടാവും. ഒരു 2 എലമെൻറ്റ് സെറ്റ് ആണെങ്കിൽ 2 സ്ക്വയർ സബ്സെറ്റ്സ് ഉണ്ടാവും, അതായത് 4 സബ്സെറ്റ്സ്. m ഈക്വൽ ടു 3. അപ്പോൾ സെറ്റ് A ഈക്വൽ ടു 1, 2, 3, 3 എലമെൻറ്റ്സ്. ദെൻ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു 2 ക്യൂബ് ഈക്വൽ ടു 8 ആണ്. ഇത് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ആണ് കേട്ടോ. സം ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ ഓഫ് സബ്സെറ്റ് എന്നുള്ളതിന് പകരം നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് എഴുതും. അപ്പോൾ ഒരെണ്ണം കുറവായിരിക്കും. ഈ ഗിവൺ സെറ്റ് കുറയ്ക്കുക. അതായത് 2 raised to m ഉണ്ടാവില്ല, ഒരു -1 കൂടെ ഉണ്ടാവും. ഇപ്പോൾ 2 ക്യൂബ് ആണെങ്കിൽ 8 ഉണ്ടാവില്ല, 1 കുറഞ്ഞിട്ട് 7 ആയിരിക്കും. m 4 ആണെങ്കിൽ 2 raised to 4 16 ഉണ്ടാവില്ല, 1 കുറഞ്ഞിട്ട് 15 ആണ് എഴുതുക. അപ്പോൾ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരെണ്ണം കുറവായിരിക്കും. നമ്പർ ഓഫ് സബ്സെറ്റ്സ് 2 raised to m ആണ്, ബട്ട് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് 2 raised to m -1 ആണ്. Now A is a subset of B. That is every x element of A, then x element B. If x element A, then x element B. That is subset of B. A is a subset of B. Their union equal to B. Bigger set തന്നെ ആയിരിക്കും. Their union. അപ്പോൾ A equal to set 1, 2, B equal to set 1, 2, 3. Their union equal to set 1, 2, 3. That is B ആയിരിക്കും. But intersection equal to A ആയിരിക്കും. That is smaller set. So note this result. Again, A minus B equal to A intersection B complement. അതായത് ബിയിൽ എലമെൻറ്റ് നമ്മൾ ഒഴിവാക്കുക ചെയ്യുന്നത്. ദാറ്റ് ഈസ് A intersection B complement. ഈ റിസൾട്ടൊക്കെ നമ്മൾ സം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. A difference B equal to A intersection B complement. Again, number of elements A union B. Number of elements in the set A union B equal to
നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി. ടു ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെങ്കിൽ ടു സെറ്റ്സ് ആർ ഡിസ്ജോയിൻറ്റ് മീൻസ് ദേ ഹാവ് നോ കോമൺ എലമെൻറ്റ്സ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ള ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 0 ആവും. അപ്പോൾ എ ഈക്വൽ ടു സെറ്റ് 1 2 ആണ്, ബി ഈക്വൽ ടു സെറ്റ് 3 4 ആണ്. എയിൽ 1 2 ബിയിൽ 3 4 ആണ്, കോമൺ എലമെൻറ്റേ ഇല്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ളത് നൾ സെറ്റാണ് കിട്ടുക. അപ്പോൾ എയിലും 2 എലമെൻ്റ് ഉണ്ട്, ബിയിലും 2 എലമെൻ്റ്, 2 + 2 4 എലമെൻ്റ് ഉണ്ടാവും എ യൂണിയൻ ബിയിൽ. ബട്ട് കോമൺ എലമെൻ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് കോമൺ എലമെൻറ്റിൻ്റെ നമ്പർ നമ്മൾ മൈനസ് ചെയ്യണം. കാരണം സെറ്റിൽ ഒരിക്കലും 2 പ്രാവശ്യം എലമെൻറ്റ് കൗണ്ട് ചെയ്യില്ല. സോ നോട്ട് ദിസ് റിസൾട്ട്. ആൻഡ് എ യൂണിയൻ ബി യൂണിയൻ സി 3 സെറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു n of a plus n of b plus n of c. Now minus n of a intersection b minus n of a intersection c minus n of b intersection c plus n of a intersection b intersection c. So these are the main results in set theory. ഓക്കെ, ഒരു ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് സെറ്റ് തിയറി എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ചിട്ട്. നമ്മൾ സെറ്റ് തിയറി എന്നുള്ള ചാപ്റ്ററിലേക്കല്ല ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ മെയിൻ അഡ്വാൻസ്ഡ് എൻജിനീയറിംഗ് എൻട്രൻസ് ടെസ്റ്റുകളിൽ വന്നിട്ടുള്ള പ്രോബ്ലംസ്, അതായത് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ക്യാൻ ഡിസ്കസ് ദി പ്രോബ്ലംസ് ജി മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് പ്രോബ്ലംസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. Thank you so much.